ബഹുജന പിന്തുണയും കരുത്തും വിളിച്ചോതുന്ന ഉജ്ജ്വല റാലിയോടെ CPIM സംസ്ഥാന സമ്മേളനത്തിന് ഇന്ന് സമാപനമാകും. 1,00,000 ലക്ഷം പേരുടെ ചുവപ്പ് സേനാ മാർച്ചും ബഹുജന റാലിയും ആശ്രാമം മൈതാനത്തെ സീതാറാം യെച്ചൂരി നഗറിലേക്ക് എത്തും. വൈകിട്ട് 4-ന് പൊതുസമ്മേളനം ആരംഭിക്കും. PB കോർഡിനേറ്റർ പ്രകാശ് കാരാട്ടും മുഖ്യമന്ത്രി പിണറായി വിജയനും സംസാരിക്കും. 3 ദശാബ്ദത്തിന് ശേഷം കൊല്ലം ആതിഥ്യമരുളിയ സമ്മേളനത്തിൻ്റെ മികവെല്ലാം പ്രകടമാക്കി 2 ലക്ഷത്തോളം ബഹുജനങ്ങൾ സമാപന റാലിയുടെ ഭാഗമാകും. സമ്മേളന നഗരിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി PB കുട്ടൻ ചേരുകയാണ്. കുട്ടൻ, കഴിഞ്ഞ 4 ദിവസമായി ചേർന്ന CPIM-ന്റെ സംസ്ഥാന സമ്മേളനം, അത് മുന്നോട്ട് വയ്ക്കുന്ന വികസന കാഴ്ചപ്പാടുകൾ എന്ത്? ഒരു സംഘടന എന്ന തലത്തിൽ CPIM എടുത്ത തീരുമാനങ്ങൾ എന്ത്? കഴിഞ്ഞ 3 വർഷക്കാലത്തെ പ്രവർത്തനങ്ങളിലുണ്ടായ വീഴ്ച എന്ത്? അത് വിമർശനപരമായും സ്വയം വിമർശനപരമായും വിലയിരുത്തുന്നു. ഭാവി കേരളത്തിലേക്ക് നവകേരളത്തെ പടുത്തുയർത്താൻ പുതുവഴികളെന്ന മുഖ്യമന്ത്രി അവതരിപ്പിച്ച വികസന രേഖ എല്ലാം ഒരുപക്ഷെ കേരളത്തിന് മാത്രമല്ല രാജ്യത്തിന് തന്നെ മാതൃക കാട്ടുകയാണ്. രാജ്യത്തിന് തന്നെ മാതൃകയാകുന്ന ബദൽ മാർഗങ്ങൾ, ബദൽ രേഖകൾ, ബദൽ നിർദ്ദേശങ്ങൾ സമർപ്പിച്ച സംസ്ഥാനമാണ് കേരളം. ആ കേരളത്തിൻ്റെ ഭരണത്തിന് നേതൃത്വം നൽകിയ CPIM എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ ഒട്ടേറെ പ്രതീക്ഷിക്കുന്നുണ്ട് ജനങ്ങൾ. ഇന്ന് സമാപന സമ്മേളനം തന്നെ വലിയ ചരിത്രമാവുകയാണ്, അല്ലേ കുട്ടൻ? സിജു, രാഷ്ട്രീയ കേരളം ഏറെ ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കിയ സമ്മേളനമാണ് കൊല്ലത്ത് നടക്കുന്ന CPIM-ന്റെ സംസ്ഥാന സമ്മേളനം. കാരണം 2 തവണ LDF സർക്കാർ അധികാരത്തിൽ വന്നു, പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നു. ചരിത്രത്തിലാദ്യമായി കേരളത്തിൽ തുടർഭരണം സാധ്യമായി. ഇനിയിപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പ് വരുന്നൊരു ഘട്ടത്തിൽ 3ാമതും LDF സർക്കാർ തന്നെ അധികാരത്തിൽ വരും എന്നുള്ള ഒരു വലിയ ആത്മവിശ്വാസം, വലിയ ചർച്ച കേരളത്തിൽ സജീവമായി നടക്കുന്ന ഒരു ഘട്ടത്തിലാണ് CPIM-ന്റെ പാർട്ടി സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടക്കുന്നത്. ഈ സമ്മേളനം അതുകൊണ്ട് തന്നെ ഏറെ പ്രത്യേകത ഉള്ളതായിരുന്നു, ഏറെ പ്രാധാന്യമുള്ളതായിരുന്നു. ഇതിനകത്ത് CPIM-ന്റെ പൊളിറ്റ് ബ്യൂറോ അംഗവും കേരള മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ നവകേരളവുമായി ബന്ധപ്പെട്ട പുതിയ നയരേഖ അവതരിപ്പിച്ചിരുന്നു. അതിന്മേൽ വളരെ സജീവമായ ചർച്ച വിവിധ ജില്ലാ കമ്മിറ്റികളുടെ പ്രതിനിധികൾ ആ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചിരുന്നു. ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ അതുമായി ബന്ധപ്പെട്ട് വന്നിരുന്നു. ഈ ഘട്ടത്തിൽ ഇന്ന് ഇപ്പോൾ അല്പസമയത്തിനും തന്നെ മുഖ്യമന്ത്രി ചർച്ചകൾക്ക് മറുപടി നൽകും. ഈ മറുപടിയോടുകൂടിയാണ് ഈ രേഖ ഒരു ഔദ്യോഗിക രേഖയായി മാറുക. പിന്നീട് അത് പൊതുജനങ്ങൾക്ക് ഉൾപ്പെടെ ലഭ്യമാക്കും. ഈ പദ്ധതികൾ നടപ്പിലാക്കുന്ന ഘട്ടത്തിൽ LDF-ന്റെ ഇടത് പക്ഷ ജനാധിപത്യ മുന്നണിയുടെ കമ്മിറ്റിയിലും ഈ രേഖ അവതരിപ്പിക്കുമെന്ന്, ഈ രേഖ സമർപ്പിക്കുമെന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അത്തരത്തിൽ വളരെ ജനാധിപത്യപരമായ രീതിയിലുള്ള ചർച്ചകളും തീരുമാനങ്ങളുമാണ് CPIM സംസ്ഥാന സമ്മേളനത്തിൽ, അല്ലെങ്കിൽ CPIM-ന്റെ എല്ലാ സമ്മേളനങ്ങളെയും വ്യത്യസ്തമാക്കുന്നത്. നേരത്തെ സിജു സൂചിപ്പിച്ചതുപോലെ തന്നെ സംഘടനാപരമായി വളരെ സിസ്റ്റമാറ്റിക്കായി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് CPIM. ബ്രാഞ്ച് സമ്മേളനം മുതൽ പാർട്ടി കോൺഗ്രസ് വരെയുള്ള വിവിധ ഘടകങ്ങളുടെ സമ്മേളനങ്ങൾ തികച്ചും ജനാധിപത്യപരമായ രീതിയിൽ, എന്നാൽ തികഞ്ഞ അച്ചടക്കത്തോടുകൂടി ഒരു സംഘാടന മികവിൻ്റെ മികച്ച ഉദാഹരണം എന്ന രീതിയിലാണ് എല്ലാ സമ്മേളനങ്ങളും പൂർത്തിയാകുക. നാടിൻ്റെ സമഗ്ര മേഖലയെയും സ്പർശിക്കുന്ന വിഷയങ്ങൾ സംബന്ധിച്ചുള്ള സജീവമായ ചർച്ചകൾ ഇവിടെ ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായി നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്കിടയിൽ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന പാർട്ടി എന്ന നിലയിൽ ആ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് CPIM ഈ സമ്മേളനങ്ങൾ പൂർത്തിയാക്കുന്നതും അതിനകത്തുള്ള ചർച്ചകൾ നടക്കുന്നതും തീരുമാനങ്ങൾ എടുക്കുന്നതുമൊക്കെ. അതോടൊപ്പം തന്നെ ഭാവി കേരളം പടുത്തുയർത്തുന്നതിനുള്ള വളരെ നിർണായകമായ തീരുമാനങ്ങൾ ഈ യോഗം കൈക്കൊണ്ടു എന്നുള്ളതാണ് മുഖ്യമന്ത്രി അവതരിപ്പിച്ച രേഖയിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി വലിയ രീതിയിൽ കേരളത്തെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സാഹചര്യത്തിൽ, കേരളത്തെ സമഗ്ര മേഖലയിലും അടിച്ചമർത്താൻ നോക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിനെതിരെയുള്ള ഒരു വലിയ പ്രതിരോധം തീർത്തുകൊണ്ടാണ് ഒരു ബദൽ പദ്ധതികൾ, ബദൽ സർക്കാർ, രാജ്യത്തിന് തന്നെ മാതൃകയായ വികസന പദ്ധതികൾ കൊണ്ടുവരുന്ന ബദൽ സർക്കാർ എന്ന രീതിയിൽ പിണറായി സർക്കാർ പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ 2 സർക്കാരുകളും അങ്ങനെ തന്നെയായിരുന്നു. ഇനിയിപ്പോൾ അടുത്ത 3ാമത് LDF സർക്കാർ അധികാരത്തിൽ വന്നാൽ കേരളത്തിൽ എന്തൊക്കെ നമ്മൾ ചെയ്യും, LDF സർക്കാർ എന്തൊക്കെ ചെയ്യും എന്നതിൻ്റെ ഒരു വളരെ കൃത്യമായ ഒരു രേഖയാണ് മുഖ്യമന്ത്രി അവതരിപ്പിച്ചിരിക്കുന്നത്. അതിനകത്ത് ഈ കേന്ദ്രം സാമ്പത്തികമായി കേരളത്തെ ഒരു തരത്തിലും സഹായം ചെയ്യാത്ത വയനാട് ഇക്കാര്യങ്ങളൊക്കെ തന്നെ സ്വാഭാവികമായിട്ടും ഇന്നിപ്പോൾ മുഖ്യമന്ത്രി ആ പുതുവഴികൾ രേഖയുമായി ബന്ധപ്പെട്ട ആ ചർച്ചയ്ക്ക് ശേഷം മറുപടി നൽകുകയും ചെയ്യും. പക്ഷേ കഴിഞ്ഞ 4 ദിവസമായി കുട്ടനടക്കമുള്ള മാധ്യമപ്രവർത്തകർ അവിടെ ഉണ്ട്. എന്നെ വല്ലാതെ ആകർഷിച്ചത് ഈ പാർട്ടിയെ, അതായത് CPIM എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ ജനങ്ങൾ എങ്ങനെയാണ് നെഞ്ചേറ്റുന്നത്, ജനങ്ങളെ ആ പാർട്ടി എങ്ങനെയാണ് നെഞ്ചേറ്റുന്നതിൻ്റെ ഒരു കൃത്യമായ ഒരു രേഖ, ഒരു പരിചയം നമുക്ക് കാണാൻ കഴിഞ്ഞു. അതിൽ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഒക്കത്തെടുത്ത റയാൻ എന്ന് പറയുന്ന 2 വയസ്സുകാരൻ, പാലായിൽ നിന്ന് നടന്നു വന്ന സുകുമാരൻ സഖാവ്, ഇന്നലെ മാർച്ച് 8-ന് വനിതാ ദിനത്തിൻ്റെ ഭാഗമായി അവിടെ അണിനിരുന്ന പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ, വനിതാ സഖാക്കൾ
ബൃന്ദ കാരാട്ട്, സുഭാഷിണി അലി, PK ശ്രീമതി, ഏറ്റവും ഇളം തലമുറയിലുള്ള പ്രവിശ, അനുശ്രീ അടക്കമുള്ളവർ, അതോടൊപ്പം തന്നെ കോൺഗ്രസിൽ നിന്ന് മറ്റു പാർട്ടികളിൽ നിന്ന് വിട്ടുവന്ന ഡോക്ടർ P സരിൻ, KP അനിൽകുമാർ അടക്കമുള്ളവർ, അവരൊക്കെ ഈ സമ്മേളനത്തിൻ്റെ വ്യത്യസ്തതയാർന്ന ചിത്രങ്ങളായിരുന്നു. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. എങ്ങനെയാണ് ഈ പാർട്ടിയെ ജനങ്ങൾ നെഞ്ചേറ്റുന്നത്, ജനങ്ങളെ ഈ പാർട്ടി എങ്ങനെ നെഞ്ചേറ്റുന്നു, അതിൻ്റെ എല്ലാം ഒരു പരിചയം നമുക്ക് ഈ സമ്മേളനത്തിലൂടെ കാണാനും കഴിയുകയും ചെയ്തു. കുട്ടൻ ആ 4 ദിവസത്തെ കണ്ട കാഴ്ചകളിൽ നിന്ന് കുട്ടന് തന്നെ അത് ബോധ്യപ്പെട്ടിട്ടുണ്ടാകും. അല്ലെങ്കിൽ നമ്മുടെ എല്ലാ മാധ്യമപ്രവർത്തകർക്കും അവിടെ ബോധ്യപ്പെടുകയും ഇത് ബോധ്യപ്പെടാത്ത വലതുപക്ഷ മാധ്യമപ്രവർത്തകർക്കടക്കം ബോധ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടാകാം. അതെ, വളരെ വൈവിധ്യങ്ങൾ കൊണ്ട് ശ്രദ്ധേയമായിരുന്നു സിജു CPIയുടെ സംസ്ഥാന സമ്മേളനം. അത് കഴിഞ്ഞ സമ്മേളനങ്ങളിലൊക്കെ ഇത്തരത്തിൽ പറഞ്ഞതുപോലെ ഈ എല്ലാ മേഖലയിലെയും ജനങ്ങളെ കൂട്ടിപ്പിടിക്കുക എന്നുള്ളതാണ്, ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും കൂടുതൽ ഈ പറയുന്ന യുവാക്കളെയായാലും വിദ്യാർത്ഥികളെയായാലും ഭാരതസംഘത്തിൻ്റെ നേതാക്കന്മാരെയൊക്കെ സംസ്ഥാന സമ്മേളന പ്രതിനിധികളാക്കുക എന്നുള്ളത് CPIഎമ്മിന് മാത്രം സാധിക്കുന്നൊരു കാര്യമാണ്. നമുക്കറിയാം മറ്റ് രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഒരു സമ്മേളനം പോലും നടത്താൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം കോൺഗ്രസിനകത്തൊക്കെ എപ്പോഴും ഉയരുന്നതാണ്. ഒരു യോഗം നടന്നാൽ തന്നെ അതിനകത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നൊരു സാഹചര്യമുണ്ട്. ആ ഒരു ഘട്ടത്തിലാണ് ഈ ഇത്രയും വലിയ സമ്മേളനം വളരെ അച്ചടക്കത്തോടുകൂടി വളരെ സിസ്റ്റമാറ്റിക്കായി CPIഎം സംഘടിപ്പിക്കുന്നത്. ഒരു വലിയ പ്രൊസീജിയറാണ്. 3 വർഷത്തിൽ നടക്കുന്ന വലിയ CPIഎമ്മിൻ്റെ പാർട്ടി ഭരണഘടന അനുസരിച്ച് നടക്കുന്ന വലിയൊരു പ്രൊസീജിയറാണത്. ബ്രാഞ്ച് സമ്മേളനം മുതൽ പാർട്ടി കോൺഗ്രസ് വരെ 3 വർഷത്തിൽ ഒരിക്കൽ 3 വർഷം കൂടുമ്പോൾ വിളിച്ചു ചേർക്കണമെന്നുള്ളത്. ഇത്തവണത്തെ സമ്മേളനത്തിൽ സിജു പറഞ്ഞ പ്രത്യേകതകളൊക്കെ ഉണ്ടായിരുന്നു. വളരെ വൈവിധ്യമാർന്ന പ്രതിനിധികൾ, വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രതിനിധികൾ, SFIയുടെ ഭാരവാഹികൾ, അതുപോലെ ബാലസംഘത്തിൻ്റെ ഭാരവാഹികൾ, മറ്റ് വനിതാ നേതാക്കൾ, സജീവമായ വനിതാ നേതാക്കളുടെ പങ്കാളിത്തം എന്നൊക്കെ പറയുന്നത് വളരെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് മാതൃകാപരമാവുന്ന രീതിയിലായിരുന്നു CPIഎം വനിതാ നേതാക്കളെ ഈ സമ്മേളനത്തിൽ പങ്കെടുപ്പിച്ചത്. സമ്മേളനത്തിൽ മാത്രമല്ല MV ഗോവിന്ദൻ മാസ്റ്റർ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിനുള്ള ചർച്ചയിൽ സജീവമായി പങ്കെടുത്ത വനിതാ പ്രതിനിധികളുണ്ട്. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി അവതരിപ്പിച്ച ഭാവി കേരളം, നവകേരളം പടുത്തുയർത്തുന്നതുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി അവതരിപ്പിച്ച രേഖയിൽ, ആ രേഖയുമേൽ നടന്ന ചർച്ചയിലും കൂടുതലായി വനിതാ പ്രതിനിധികൾ പങ്കെടുത്തിട്ടുണ്ട്. അത്തരത്തിൽ എല്ലാ തരത്തിലുള്ള മേഖലയിലുള്ളവർക്കും വലിയ പ്രാതിനിധ്യം നൽകിക്കൊണ്ട്, വലിയ പരിഗണന നൽകിക്കൊണ്ടാണ് CPIഎം ഇത്തരം സമ്മേളനങ്ങളും CPIഎമ്മിൻ്റെ മറ്റ് സംഘടനാ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത്. വലിയൊരു മാതൃകയായൊരു പ്രവർത്തനം കൂടിയാണ്. സിജു, ഏതായാലും കൊല്ലം നഗരം ഇങ്ങനെ ചുവന്ന് തുടുത്തിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഇന്നലെയും മിനിയാന്നുമൊക്കെയായി ആയിരങ്ങൾ ഈ സമ്മേളന നഗരിയുടെ പുറത്തേക്ക്, അവർക്കൊന്നും ഈ സമ്മേളന ഹാളിലേക്ക് പ്രവേശിക്കാൻ ഇപ്പോൾ പറ്റില്ല. കാരണം ഈ സംഘടനാ നടപടിക്രമങ്ങൾ പൂർത്തിയായി വരുന്നതേ ഉള്ളൂ. പക്ഷേ എങ്കിൽ പോലും ഗേറ്റിന് പുറത്ത് പ്രിയപ്പെട്ട നേതാക്കളെ കാണുന്നതിനും അഭിവാദ്യം ചെയ്യുന്നതിനൊക്കെ വേണ്ടി ആയിരങ്ങളാണ് ഇപ്പോഴും തടിച്ചുകൂടിക്കൊണ്ടിരിക്കുന്നത്. വൈകുന്നേരം 4 മണിക്ക് തന്നെ 3 മണിക്കാണ് റെഡ് വെൽഡർ മാർച്ച് ആരംഭിക്കുക. 25,000 വളണ്ടിയർമാരാണ്, കൊല്ലം ജില്ലയിൽ നിന്ന് മാത്രമാണ് വളണ്ടിയർമാർ ഈ മാർച്ചിൽ പങ്കെടുക്കുന്നത്. അതിൻ്റെ പിന്നിലായി പ്രതിനിധികളും നേതാക്കളും അണിനിരക്കും. ബഹുജന റാലിയിൽ 2 ലക്ഷത്തിലധികം ആൾക്കാർ പങ്കെടുക്കും. നമുക്കറിയാം കൊല്ലത്തിൻ്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം സിജുവിനും അറിയാം. തൊഴിലാളി പ്രസ്ഥാനത്തിൽ വലിയ സ്വാധീനമുള്ള, തൊഴിലാളി സമരങ്ങൾ കൊണ്ട് മുഖരിതമായൊരു നാടാണ് കൊല്ലം. അതുകൊണ്ട് തന്നെ ഇവിടെ ഗ്രാമ, നഗര, തീരദേശ, മലയോര വ്യത്യാസമൊന്നുമില്ലാതെ ലക്ഷങ്ങൾ ഈ നഗരത്തിലേക്ക് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഒഴുകിയെത്തും. സിജു.